എല്ലാവർക്കും മാരി സീരിയൽ സ്പോൺ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു യാത്രക്കിടയിൽ ശിവേട്ടൻ ബാലചന്ദ്രനെയും മക്കളെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സമയത്ത് വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് ശിവേട്ടൻ കണ്ടത്. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അക്കാര്യം വൈജയോട് വന്ന് പറയുന്നുണ്ട്. വീട്ടിൽ ആരും തന്നെ ഇല്ല, വാതിൽ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ടെൻഷനിൽ എല്ലാവരും എവിടെ പോയി എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വൈജയന്തി ഭവിതയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഭവിത സത്യം പറയുന്നുണ്ട്, യാത്രയ്ക്ക് പോയിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി ചോദിക്കുവാണ്, അച്ഛൻ സമ്മതിച്ച പാടെ മക്കളെല്ലാവരും കൂടി പെട്ടിയും ഒക്കെയും എടുത്ത് നശിച്ച അലീനയുടെ പുറകെ അങ്ങ് പോയി അല്ലേ എന്ന് ദേഷ്യത്തോടെ തന്നെ വൈജയന്തി ബബിതയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫോണ് ദേഷ്യത്തോടെ എടുത്തിടുന്നുണ്ട്. അവിടെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശിവേട്ടനും വൈജയന്തിയും കമലയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക്. ആ സമയത്ത് ശിവേട്ടൻ പറയുവാണ് വൈജയന്തിയോട്, കഴിഞ്ഞ 23 വർഷമായി വൈജയന്തി ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈജയന്തി ബാലചന്ദ്രനെ വേറെ പെണ്ണുങ്ങളെ കൂട്ടി വെച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവേട്ടൻ പറയുവാണ്, പറ വൈജി, കഴിഞ്ഞ 23 വർഷത്തിനുള്ളിൽ നിന്റെ ഭർത്താവ് പിടിച്ച ഒരു പെണ്ണിന്റെ പേര് നീ പറ എന്ന് തന്നെ പറയുവാണ്. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, അലീനയുടെ പേരൊഴിയെ നീ വേറെ ഏതൊരു പെണ്ണിന്റെ പേരും പറയൂ എന്ന് തന്നെ ചോദിക്കുന്നു. ആ സമയത്ത് വൈജയന്തി ഒരു ഗൗരവത്തോടെ ശിവേട്ടന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ പേരിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുവാണ്. ശിവേട്ടൻ എന്നിട്ട് വൈജയന്തിയോട് കൈ ചൂണ്ടി ദേഷ്യത്തിൽ പറയുവാണ്, നീ ആ പേര് നീ ഉച്ചരിച്ചാൽ നിന്റെ കാരണം നോക്കി ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. വേട്ടൻ ഇത്ര ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ടെൻഷൻ അടിച്ച് വൈജയന്തി മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുവാണ്. ഇത് കണ്ടതും കമലയ്ക്കും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് വെച്ചാൽ സ്റ്റാൻലിയുടെ അച്ഛന്റെ അടുത്തേക്ക് ബാലചന്ദ്രൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് സ്റ്റാൻലി കുറച്ച് അന്വേഷിക്കുകയാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലിയെ ഒന്ന് കാണണമെന്ന് ബാലചന്ദ്രൻ പറയുവാണ്. എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എവിടെയാ താമസം എന്ന് ചോദിക്കുന്നുണ്ട്. അവനോട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ വിളിച്ച് തരാമെന്നാണ് സ്റ്റാൻലിയുടെ അച്ഛൻ പറയുന്നത്. സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, എനിക്ക് ഫോണിൽ സംസാരിച്ച പോരാ, നേരിട്ട് തന്നെ കാണണം എന്നൊരു ഗൗരവത്തോടു കൂടി പറയുവാണ്. ഇടയ്ക്ക് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വൈജയന്തി എന്തൊക്കെയോ ആലോചിച്ചിട്ട് തലയിൽ കൈയും വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച്. കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാൻലിയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഗോവർദ്ധനുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു കാർ എത്തുന്നുണ്ട്. ആ കാറിൽ എന്തായിരുന്നാലും സ്റ്റാൻലി ആയിരിക്കും. അപ്പോൾ ബാലചന്ദ്രനും സ്റ്റാൻലിയും കണ്ടുമുട്ടുമോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ അതായിരിക്കും.